ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിക്കുന്നു. ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശ് പാക് പൗരന്മാർക്ക് ബംഗ്ലാദേശിൽ എത്താനുള്ള വിസ നിയമങ്ങളിൽ വലിയ രീതിയിൽ ഇളവ് വരുത്തിയിരുന്നു. ആ ഇളവ് വരുത്തിയപ്പോൾ തന്നെ നയതന്ത്ര വിദഗ്ധരടക്കം പറഞ്ഞത് ഇപ്പോൾ ഈ ഇളവ് വരുത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾക്ക് യഥേഷ്ടം ബംഗ്ലാദേശിൽ വന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖല നമുക്കറിയാം, ഹിന്ദുക്കളും ബുദ്ധന്മാരും അനവധിയുള്ള ഒരു മേഖലയാണ്. അവരുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. മ്യാൻമാർ സൈന്യം, അരക്കൻ ആർമിയും മറ്റുമൊക്കെ കടന്നു കയറി ആക്രമണം നടത്തുന്ന ഇടം ഇവിടെയാണ്. ഇവിടെയൊക്കെ ISISന്റെ പാകിസ്ഥാൻ മൊഡ്യൂൾ എത്തിയിട്ട് റോഹിംഗ്യ മുസ്ലിങ്ങളെ സായുധ പരിശീലനം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 50 മുതൽ 75 പേർ വരെ അടങ്ങുന്ന ഗ്രൂപ്പുകൾക്കാണ് ഈ ISIS പാകിസ്ഥാൻ മൊഡ്യൂൾ ട്രെയിനിങ് നൽകുന്നത്. ഇത് കൂടാതെ തന്നെ നൈഗോങ് കച്ചാരി, ബാന്ദ്ര ദർബാൻ തുടങ്ങിയ ചിറ്റഗോങ് ഏരിയകളിലും ഇത്തരത്തിൽ പരിശീലനം നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ ത്രിപുരയുമായി ബോർഡർ അല്ലെങ്കിൽ ത്രിപുരയുമായി അതിർത്തി പങ്കിടുന്ന ബ്രഹ്മൻ ബറിയ എന്ന് പറയുന്ന സ്ഥലത്തും ഈ ട്രെയിനിങ് നടക്കുന്നു. അതുപോലെ തന്നെ മേഘാലയയുടെ അതിർത്തി, അവിടെ നമ്മുടെ ഗൺമിൻഹാർ ദേശീയ ഉദ്യാനമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന മേഘാലയയുടെ അതിർത്തിയിലും, അതായത് ബംഗ്ലാദേശ് ഭാഗത്താണ്, അവിടെയും ഈ ട്രെയിനിങ് നടക്കുന്നു. അതായത് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായി യഥേഷ്ടം തങ്ങളുടെ രാജ്യം ഭീകരന്മാർക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ബംഗ്ലാദേശ് തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. മറ്റൊരു പാകിസ്ഥാനാകാൻ അധികം സമയം വേണ്ടിവരില്ല. ഭീകരാക്രമണം രൂക്ഷമാകുകയാണെങ്കിൽ പാകിസ്ഥാൻ പോലെ ആയിരിക്കില്ല ബംഗ്ലാദേശ്. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യയുണ്ട്, മറുഭാഗത്ത് ചൈനയുണ്ട്, ഇതിനിടയിൽ മ്യാൻമാറിൽ നിന്നുള്ള അരക്കൻ ആർമിയുടെ ആക്രമണങ്ങളും മറ്റൊരു ഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ ഛിന്ന ഭിന്നമാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ ചിറ്റഗോങ് മേഖല തന്നെ തിരഞ്ഞെടുക്കുന്നതിന് കാരണം ചിറ്റഗോങ് ഇന്ത്യയുടെ ഒരു നിർണായകമായ ഒരു പ്രദേശമാണ്. ബംഗ്ലാദേശിലാണെങ്കിൽ പോലും ഇന്ത്യക്ക് വളരെ നിർണായകമായ പ്രദേശമാണ്. ചിക്കൻ നെക്ക് പോലുള്ള പ്രദേശങ്ങൾ അടങ്ങിയ ഒരു പ്രദേശമാണ്. ഒപ്പം തന്നെ ഈ 3 രാജ്യങ്ങൾക്കും വളരെ നിർണായകമാണ്. ബംഗ്ലാദേശിനും നിർണായകമാണ്. അവരുടെ തുറമുഖങ്ങൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ്. ഇവിടേക്കാണ് ISIS ഈ പാകിസ്ഥാൻ മൊഡ്യൂളിനെ ഇറക്കിക്കൊണ്ട് അവിടെയുള്ള റോഹിംഗ്യകൾക്ക് ട്രെയിനിങ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.